കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കൊച്ചു കഥയാണ്. കഥയുടെ പേര് വിസ്മയിപ്പിച്ച വിരുന്ന സൽക്കാരം. വിശപ്പ്, കൊടും വിശപ്പ്. അതികഠിനമായ വിശപ്പ് കാരണം കിടന്നു കീറുകയാണ്. അത് കണ്ടപ്പോൾ ജാബിറിനു സങ്കടം വന്നു. ജാബിർ ആട്ടുംകുട്ടിയും കുറച്ചു ഗോതമ്പുമാവ് മേടിച്ച് വീട്ടിലേക്ക് നടന്നു. ഭാര്യയായ സുഹൈല ബീബിനെ വിളിച്ചു. സുഹൈല, ഓ സുഹൈല. സുഹൈല ഓടി വന്നു. ജാബിർ പറഞ്ഞു, നമ്മുടെ പുന്നാന നബിക്ക് വിശക്കുന്നു, വേഗം പോയി ഭക്ഷണം ഉണ്ടാക്കൂ. ജാബിർ കത്തി മൂർച്ചയാക്കിയ ആടിനെ അറുത്തു നബിയെ ക്ഷണിക്കാൻ പോയി. പിന്നീട് സംഭവിച്ചതെന്തെന്നോ? വലിയവൻ ചെറിയവനോട് പറഞ്ഞു, ഉപ്പ ആടിനെ അറുത്ത പോലെ ഞാൻ നിന്നെയും അറുക്കട്ടെ. മരണം എന്തെന്നോ വേദന എന്തെന്നോ അറവെന്തെന്നോ അവർക്കൊട്ടും അറിയില്ല. വലിയവൻ ചെറിയവനെ മലർത്തി കത്തി അറുത്തു. സുബ്ഹാനല്ലാഹ്! വലിയവനോടി കത്തിയുടെ മേത്ത് വീണു ചോരയിൽ കുളിച്ച്. ഇന്നാലില്ലാഹ്! ഏതുമ്മാക്കാണ് ഈ വേദന സഹിക്കാൻ പറ്റുക? ഏതുമ്മാക്കും ഈ വേദന സഹിക്കാൻ പറ്റില്ല. ജാബിറിന് നബിയും വരുന്നു. ഒരു ഭാഗത്ത് പുന്നാര നബിയോടുള്ള സ്നേഹം, മറുഭാഗത്ത് പിഞ്ചു മക്കൾ. ഇതൊന്നും അറിയിക്കാതെ സുഹൈല ബീബി നബിയെ സൽക്കരിച്ചു. നബി ചോദിച്ചു, ജാബിറേ, നിന്റെ മക്കൾ എവിടെ? സുഹൈല ബീബി കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ വിളിക്കാം നിന്റെ മക്കളെ. യമുന, ജാബിറിന്റെ മക്കളെ വരൂ. അത്ഭുതം, മഹാ അത്ഭുതം! അവർ എഴുന്നേറ്റ് വന്നു. നബി വിളിച്ചാൽ അവർ എഴുന്നേൽക്കാതെ നിൽക്കുമോ? പ്രിയ കൂട്ടുകാരെ, സുഹൈല ബീബിക്ക് പുന്നാര നബിയോടുള്ള സ്നേഹം കണ്ടോ? അതുപോലെ പുന്നാര നബിയെ നമുക്കും സ്നേഹിക്കാം. എങ്ങനെ സ്നേഹിക്കാം? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.